ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. അതിൽ സൈനിക മേധാവിമാരുമായും സംയുക്ത സൈനിക മേധാവിയുമായും പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുമായും കൂടിയാലോചനകൾ ഉണ്ടായി. കൂടാതെ അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം നടന്നിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം 5 മണിക്ക് തന്നെ വാർത്താ സമ്മേളനം നടത്തും. ആക്രമണം കടുപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് പ്രകോപനം ഉണ്ടായാൽ ഇരട്ടി പ്രഹരം നൽകുക എന്നതിലേക്ക് രാജ്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, എന്താണ് വാർത്താ സമ്മേളനത്തിൽ പറയാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാകും ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടുത്ത ഘട്ടം, ഇതുവരെ ചെയ്ത നടപടികൾ എന്തൊക്കെ എന്നുള്ളതെല്ലാം വളരെ വിശദമായി തന്നെ പറയുമെന്ന് കരുതുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്, ഇതൊരു യുദ്ധസമാന സാഹചര്യം എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഔദ്യോഗികമായൊരു യുദ്ധപ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അച്യുതൻ? അനുജ, സാഹചര്യങ്ങൾ അത്തരത്തിലാണ്. കാരണം ഈ അതിർത്തിയിലെ അടക്കം പാകിസ്ഥാൻ ഇപ്പോഴും പലയിടങ്ങളിലായി നിയന്ത്രണ രേഖയിൽ ഷെല്ലിംഗ് ആക്രമണം നടത്തുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ രാവിലെയും ഇത്തരത്തിൽ പല ജനവാസ മേഖലയിലേക്ക് ഷെല്ലിംഗ് നടന്നതായി അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയും വാർത്താ ഏജൻസികളടക്കം അത് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രകോപനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ മറ്റു വഴികളാണ് ഇനി തേടുന്നത്. അതായത് ഇതുവരെ നടത്തിയ സൈനിക നടപടിയേക്കാൾ ഒരു പക്ഷേ ഇനി പാകിസ്ഥാൻ നൽകുന്നത് അതിലും ശക്തമായ രീതിയിലുള്ള, ശക്തമായ ഭാഷയിലുള്ള ഒരു മറുപടിയായിരിക്കും ഇന്ത്യ നൽകുക. കാരണം ഇന്ന് ചേർന്ന പ്രതിരോധ മന്ത്രാലയത്തിൽ ചേർന്ന യോഗം അത് വിലയിരുത്തിയത് സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ രണ്ടാമതായാണ് വിലയിരുത്തിയത്. അതായത് നിലവിലെ സായുധ സേനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകളാണ് വിലയിരുത്തിയത്. അതുമായി ബന്ധപ്പെട്ട 3 സേനാ മേധാവിമാരും ഇതുവരെ സ്വീകരിച്ച, അതാത് സേനകൾ സ്വീകരിച്ച കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി പ്രതിരോധ മന്ത്രിയോട്. ഒപ്പം സംയുക്ത സൈനിക മേധാവിയും ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമായി എന്നുള്ളതാണ്. ഇനി അത് പാകിസ്ഥാൻ ഒരു യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യ അതിനും മറുപടി നൽകും എന്നതുണ്ട്. പക്ഷേ ഇന്ത്യ ഒരു ഘട്ടത്തിലും പാകിസ്ഥാനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഇന്ത്യ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ പ്രകോപനങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. ആ സാഹചര്യത്തിൽ രാജ്യത്തിന് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വ്യാപിപ്പിക്കും ഈ സംഘർഷം എന്നുള്ളതാണ്. അതായത് അവർ ഇനിയും പിന്മാറാൻ തയ്യാറല്ല എന്ന തരത്തിലേക്കൊക്കെയുള്ള പരാമർശങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കരുതിയിരിക്കുകയാണ്, ഇനിയും പ്രകോപനമുണ്ടായാൽ അതിന് ഇരട്ടി പ്രഹരം തിരിച്ചടി നൽകുക എന്ന തരത്തിൽ. തീർച്ചയായിട്ടും അനുജ, അത് തന്നെയാണ്. അതായത് പാകിസ്ഥാൻ ഇതിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവരെന്തുകൊണ്ടാണ് ഈ തുടർച്ചയായ തിരിച്ചടികൾ നേരിട്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറാതെ ഇങ്ങനെ വീണ്ടും ആ പ്രകോപനം സൃഷ്ടിക്കാനായി ഒരുങ്ങുന്നത് എന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. ഇത് തുടർച്ചയായി തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. ലാഹോറിൽ ചെന്നാണ് അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തത്. അതിനുശേഷം ഇന്നലെ രാത്രി പലയിടങ്ങളിലായി ഇന്ത്യ തിരിച്ചടികൾ നൽകി. എന്നിട്ടും പാകിസ്ഥാന് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവർ പിന്മാറാൻ തയ്യാറാവുന്നില്ല. ഇന്നലെ മിസൈലുകളും ഡ്രോണുകളും ഏതാണ്ട് 500-ലധികം ഡ്രോണുകൾ പ്രയോഗിച്ചതായി സേനാവൃത്തങ്ങൾ പറയുന്നു. അപ്പോൾ അതെല്ലാം നിർവീര്യമാക്കുകയും ചെയ്തു. അത് ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഒരു മിസൈലോ ഭൂമിയിൽ ഇന്ത്യൻ മണ്ണിൽ പതിക്കാൻ കൂടി അനുവദിക്കാതെ ഇന്ത്യയുടെ അത്യാധുനിക സംവിധാനങ്ങൾ അത് നിർവീര്യമാക്കുന്ന ആ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ടും പാകിസ്ഥാൻ വീണ്ടും പ്രകോപനങ്ങൾക്ക് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അത് വലിയ നാശനഷ്ടങ്ങളായിരിക്കും പാകിസ്ഥാൻ ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് അത് പോകും. പക്ഷേ ഇന്ത്യ ആവർത്തിച്ച് പറയുന്നു, യുദ്ധത്തിന് താല്പര്യമില്ല. പക്ഷേ പാകിസ്ഥാൻ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ആ രീതിയിൽ തന്നെ തിരിച്ചടി നൽകും എന്ന കാര്യമാണ്. തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയായി, ആ ദൗത്യം പൂർത്തിയായി. അന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ നിലപാട് ഇന്ത്യ അറിയിച്ചതാണ്. അവിടെ ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളിലോ ആക്രമണം നടത്തിയിട്ടില്ല. എന്നിട്ട് കൂടിയാണ് അന്ന് രാവിലെ ഈ പാകിസ്ഥാൻ സൈന്യം യാതൊരു പ്രകോപനവും കൂടാതെ ഇന്ത്യയുടെ നിയന്ത്രണ രേഖയിലെ സാധാരണ ജനജീവിതങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഷെല്ലാക്രമണം നടത്തി സാധാരണക്കാരുടെ
ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് ആക്രമണം, അത്രയും ഹീനമായ രീതിയിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. 16 സാധാരണക്കാർക്കാണ് അന്നത്തെ ഷെൽ ആക്രമണത്തിൽ മാത്രം ജീവൻ നഷ്ടമായത്. 59ഓളം പേർക്ക് പരിക്കേറ്റു. അവരുടെ വീടുകൾ തകരുന്ന സാഹചര്യമുണ്ടായി. അവരുടെ ആ സാധാരണ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ആക്രമണം നടത്തി. അവരവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വളരെ ഹീനമായിട്ടുള്ള അവരുടെ ഒരു സൈനിക നീക്കമാണ്, നടപടിയാണ്. പക്ഷേ അതിന് ഇന്ത്യ കൃത്യമായ മറുപടി അതാത് കേന്ദ്രങ്ങളിൽ ചെന്നാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്ത്യയുടെ തുടർ നീക്കം? ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടുത്ത ഘട്ടം എങ്ങനെയാകും? ഏത് തരത്തിലേക്ക് തുടർ തിരിച്ചടി നൽകുമെന്നുള്ളതിൻ്റെയൊക്കെ കൃത്യമായ വിശദാംശങ്ങൾ അത് വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താസമ്മേളനം 5:30 എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്.